എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് അടിപൊളി ആപ്ലിക്കേഷൻസ് ആണ്. രണ്ട് ആപ്ലിക്കേഷനിലും ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ചേഞ്ച് ചെയ്ത് പേടിഎം വാലറ്റിലേക്കും അതുപോലെ തന്നെ UPIയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മിനിമം റെഡിയുമായിട്ട് വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിലെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് പേയ്റ്റിലൂട്ട്സ് ഒക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ലൂട്ട് 1 വരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഐ എഗ്രി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നമുക്ക് 240 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കോയിൻസ് എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. ഇനി താഴെ ഏറ്റവും മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു കോയിൻസിലേക്ക് സിമ്പിളായി തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലൈവായി തന്നെ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ നിറട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്വർടൈസിംഗ് ഒരു 3-4 പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് റീസെറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറയട്ടെ. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളൊരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അദാനി 1 ഒരു ടാസ്കിലേക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 200 കോയിൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഏറ്റവും താഴെയായിട്ട് ഇൻസ്റ്റാൾ പ്ലസ് OTP എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുമ്പ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഏത് നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്തത് ആ ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ചെറിയൊരു ബോക്സ് താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് OTP എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP വരുന്നതായിരിക്കും, അതുകൂടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾഡ് യൂസേഴ്സിനും ന്യൂ യൂസേഴ്സിനും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഈ ഒരു ടാസ്ക് മുമ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ന്യൂ യൂസർ ആണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. ചിലപ്പം ചോദിക്കും, അപ്പോൾ നിങ്ങളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നുണ്ടാവും. അത് നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഒരു പ്രൊഫൈലിൻ്റെ ആ ഒരു സെക്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇനി ഓൾഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക. അതായത് ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചേഞ്ചസ് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നെയിം അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മസ്റ്റായിട്ട് 2 മിനിറ്റ് നേരം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് ആ ഒരു കോയിൻസ് നിങ്ങളുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലറ്റിൽ കാണാൻ പറ്റുന്നുണ്ടാവും 440 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള ഏണിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ടാസ്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാവും, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ടെക്സ്റ്റ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് സെയിം തന്നെ നിങ്ങൾ താഴെയായിട്ട് എൻ്റർ ചെയ്തിട്ട് ക്ലെയിം റിവാർഡ് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കോയിൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഷോർട്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിൽ ഈ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 10 കോയിൻസ് വെച്ചിട്ടാണ്. ഡെയിലി നമുക്ക് 10 പ്രാവശ്യം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്ലാങ്ക് ആയിട്ടുള്ള ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 2 കോയിനാണ് കിട്ടിയത്. അടുത്തതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 1 കോയിൻ കിട്ടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ലക്കിനനുസരിച്ചുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ ബോംബ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബോംബിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കോയിൻസ് ആണ് കിട്ടിയത് ആ ഒരു കോയിൻസ് നിങ്ങളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ബോംബ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിൽ ബോംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ഒരു ഗെയിം സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. പിന്നെ 1 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡെയിലി 10 പ്രാവശ്യമാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
ഇനി അടുത്തതായിട്ട് സോർട്ട് ABCD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ABCD ആ ഒരു ഓർഡറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഗെയിംസിനും ടൈമർ ഉണ്ട്. അപ്പോൾ ടൈമർ എൻഡ് ആവുന്നതിന് മുമ്പ് എല്ലാ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നത് സോർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണ് വരുന്നത്. ഹയസ്റ്റ് നമ്പറിൽ നിന്ന് ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് മൈനസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്താ പറയുക ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഹയസ്റ്റ് നമ്പർ വരുന്നത് 43 ആണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ അങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിം ടാസ്കിന് അവർ നമുക്ക് തരുന്നത് 10 പോയിൻറ്റ്സ് വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ടൈമർ ഉണ്ട്. ഈ ഒരു ടൈമർ എൻഡ് ആകും മുമ്പ് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ടാസ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് നല്ലൊരു കോയിൻസിനെ ഇൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തൊരു സെക്ഷൻ വരുന്നത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ്. ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 100 കോയിൻസ് വെച്ചിട്ടാണ്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ജസ്റ്റ് സൈനപ്പ് ചെയ്താൽ മതി. ആ ഒരു സ്പോട്ടിൽ നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഏണിംഗ് ഓപ്ഷൻ വരുന്നത് പ്ലേ ടൈം ആണ്. ഇവിടെ ഒരു വയലറ്റ് കളർ ബാനറുകൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാം ബോർഡിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വാലറ്റിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമ്മളെ വാലറ്റിൽ ഏകദേശം 4 രൂപയുണ്ട്. 100 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് UPI, Paytm അതുപോലെ തന്നെ റെഡീം കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ Paytmലോട്ടാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. Paytmലോട്ട് മിനിമം റെഡീം വരുന്നത് വെറും 100 കോയിൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്. പിന്നെ വരുന്നത് 1000 കോയിൻസിന് 10 രൂപ, 5000 കോയിൻസിന് 50 രൂപ, 10000 കോയിൻസിന് 100 രൂപ, 20000 കോയിൻസിന് 200 രൂപ അങ്ങനെയാണ് വരുന്നത്. ഇനി UPI നോക്കുവാണെങ്കിൽ 600 കോയിൻസിന് 5 രൂപ, 1350 കോയിൻസിന് 10 രൂപ, 2250 കോയിൻസിന് 20 രൂപ, പിന്നെ 5000 കോയിൻസിന് 50 രൂപ, 10000 കോയിൻസിന് 100 രൂപ, അതുപോലെ തന്നെ 50000 കോയിൻസിന് 500 രൂപ അങ്ങനെയാണ് വിഡ്രോൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇനി ഞാൻ ലൈവായി തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ 1 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. Paytm വാലറ്റിലോട്ടാണ് കേട്ടോ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് Paytm നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം റെഡീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ഞാൻ പ്രൂഫ് കൊടുക്കാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം വിഡ്രോ ചെയ്യാനായിട്ട് Paytmലോട്ട് വേണ്ടത് 1000 കോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ 10 രൂപയാണ് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കോയിൻസ് ചേഞ്ച് ചെയ്ത് വിഡ്രോ ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലൂട്ട് 2 എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് മെയിൽ ID കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. നിങ്ങളടുത്ത് റെഫർ കോഡ് ചോദിക്കും. മസ്റ്റായിട്ട് റെഫർ കോഡ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഏകദേശം എൻ്റെ വാലറ്റിൽ 4000 സംതിങ് കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ലൈവായി തന്നെ ആദ്യം വിഡ്രോ ചെയ്ത് കാണിച്ചു. അപ്പോൾ അതിനായിട്ട് വാലറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. Paytm ഉണ്ട്, അതുപോലെ തന്നെ UPI ഉണ്ട്. ഞാൻ UPIലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് UPI ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നെയിം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് UPIലോട്ട് മിനിമം റെഡീമായിട്ട് വരുന്നത് 4000 കോയിൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 രൂപയാണ്. പിന്നെ വരുന്നത് 7500 കോയിൻസിന് 50 രൂപ, 15000 കോയിൻസിന് 100 രൂപ, 22500 കോയിൻസ് ഉണ്ടെങ്കിൽ 150 രൂപ വിഡ്രോ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത് 25 രൂപയാണ്. അതിനായിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ലോഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ക്ലോസ് ഒന്നും ചെയ്യുന്നില്ല. ലൈവായി തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് കാണിച്ചു തരാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്കൊരു പോപ്പ് വന്നിട്ടുണ്ട്. നമ്മളെ വിഡ്രോളും കാര്യങ്ങളൊക്കെ പ്ലേസ്ഡ് ആയി എന്ന് പറയട്ടെ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൂഫ് സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. 99 കോയിൻസേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വിഡ്രോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. പിന്നെ Paytmലോട്ട് നമുക്ക് മിനിമം റെഡീം വരുന്നത് 25 രൂപയാണ്. വിഡ്രോൾ ഓപ്ഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും വാച്ച് വീഡിയോസ് എന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തത് വരുന്നത് പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മൾ പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷനാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫസ്റ്റത്തെ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തതായിട്ട് സ്റ്റേ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരം ആ ഒരു ഫേസ്ബുക്ക്
ഫേസ്ബുക്കിൻ്റെ ആ ഒരു പേജിലോട്ട് വരും. നിങ്ങളവിടെ ഫോളോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ബാക്ക് അടിച്ച് വരുവാണെങ്കിൽ ആ ഒരു കോയിൻസ് നിങ്ങളുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ ഗെയിംസ് അതുപോലെ തന്നെ ടാസ്ക് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ടാസ്കിൻ്റെ സെക്ഷനിൽ ഒരുപാട് കമ്പനീസിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഈ ഓഫർ ടാസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടാസ്കിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെറിയ കോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം പറഞ്ഞു പോകുന്നേന്നുള്ളൂ. ഈ ഒരു അപ്ലിക്കേഷൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. ഓരോ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും നമുക്ക് കമ്മീഷനാണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത ഒരു ഫ്രണ്ട് ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് കോയിൻസ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10% ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു അപ്ലിക്കേഷനാണ്. പേയ്മെൻ്റ് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സർവീസിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സർവേയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലൈവായി തന്നെ ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.